ടോപ്പിക് ഇൻവേഴ്സ് പ്രോപ്പർട്ടീസ് ഓഫ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ആണ്. നമുക്കറിയാം, if f and f inverse are inverse of each other, then f of f inverse of x equal to x and f inverse of f of x equal to x കിട്ടും. ഈ റിലേഷൻഷിപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇൻവേഴ്സ് പ്രോപ്പർട്ടീസ് ഓഫ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് വരുന്നത്. ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ആയ സൈന്, കൊസൈന്, ടാൻജൻറ്റ്, കോട്ട്, കൊസീക്ക്, സീക്ക് ഒക്കെ ഈ റിലേഷൻഷിപ്പ് യൂസ് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇൻവേഴ്സ് പ്രോപ്പർട്ടീസ് ഓഫ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്. അപ്പോൾ ഇനി നോക്കാം ഇൻവേഴ്സ് പ്രോപ്പർട്ടീസ് ഓഫ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്. 6 പ്രോപ്പർട്ടീസാണ് വരുന്നത്. ഈ പ്രോപ്പർട്ടീസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രോപ്പർട്ടീസ് വെച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനുണ്ടാവും. ഫസ്റ്റ് പ്രോപ്പർട്ടി, സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എക്സ് for -1 less than or equal to x less than or equal to 1. Second one, sin inverse sin of x equal to x for -pi/2 less than or equal to x less than or equal to pi/2. Third one, cos of cos inverse x equal to x for -1 less than or equal to x less than or equal to 1. Fourth one, cos inverse of cos x equal to x for 0 less than or equal to x less than or equal to pi. Fifth one, tan of tan inverse x equal to x for -infinity less than x less than infinity. Sixth one, tan inverse of tan x equal to x for -pi/2 less than pi/2 -pi/2 less than x less than pi/2. ഈ പ്രോപ്പർട്ടീസിനൊരു റിമാർക്ക് പറയുന്നുണ്ട്. റിമാർക്ക് പറയുന്നത് എന്താ വെച്ചാൽ, എക്സിൻ്റെ സ്പെസിഫൈഡ് വാല്യൂസിൽ മാത്രമേ ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പ്രോപ്പർട്ടീസിനും ഓരോ ഇൻ്റർവെൽസ് തന്നിട്ടുണ്ട് അല്ലേ, ആ ഇൻ്റർവെൽസിൽ മാത്രമേ ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. റിമാർക്ക് നോക്കാം. Remember that the above properties had only for the specified values of x. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സൈൻ ഇൻവേഴ്സ് സൈൻ പൈ. ഈ പ്രോപ്പർട്ടി വെച്ച് നോക്കുകയാണെങ്കിൽ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ് ഫോർ -pi/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു pi/2. പക്ഷേ നമ്മൾ ഈ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ പൈ ഈക്വൽ ടു സൈൻ പൈ എന്ന് പറഞ്ഞാൽ 0, സൈൻ ഇൻവേഴ്സ് 0 ഈക്വൽ ടു 0 എന്നാണ് കിട്ടുന്നത്. പ്രോപ്പർട്ടി വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ ആൻസർ കിട്ടുക, സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ പൈ ഈക്വൽ ടു പൈ എന്ന് കിട്ടണം. അത് റോങ് ആണ്. എന്തുകൊണ്ടാണ്? പൈ നോട്ട് ബിലോങ്സ് ടു ഇൻ ദ ഇൻ്റർവൽ -pi/2, pi/2. ആ ഇൻ്റർവെല്ലിൽ പൈ ബിലോങ് ചെയ്യാത്തതും കൊണ്ടാണ് ഈ റിസൾട്ട് നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റാത്തത്. ഇനി പ്രോബ്ലത്തിലേക്ക് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം, evaluate the following. First one, sin of sin inverse 0.7. ഇവിടെ നമ്മുടെ പ്രോപ്പർട്ടി എന്താ, സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എക്സ് ഫോർ -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇവിടെ 0.7 എന്ന് പറയുന്നത് ലൈസ് ഇൻ ദ ഇൻ്റർവെൽ -1, 1 -1, 1 എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ 0.7 എന്ന് പറയുന്നത് ലൈ ചെയ്യുന്നുണ്ട്. ദസ് ബൈ ഇൻവേഴ്സ് പ്രോപ്പർട്ടീസ് ഓഫ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് വി ഗെറ്റ് സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് 0.7 ഈക്വൽ ടു 0.7 കിട്ടും. അവിടെ നമുക്ക് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ട് ആൻസർ കിട്ടും. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ് ഇൻവേഴ്സ് കോസ് 3π/2. ഇവിടെ 3π/2 does not lies in the interval 0, pi. Thus we cannot use the inverse properties of trigonometric functions. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, ഈ കോസ് 3π/2നെ മാറ്റി എഴുതാം. കോസ് പൈ പ്ലസ് π/2 എന്ന് എഴുതാം. മൈനസ് കോസ് π/2 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 0. 0 എന്ത് ചെയ്യുന്നുണ്ട്, -1, 1 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ ബിലോങ് ചെയ്യുന്നുണ്ട്. ദ ഡൊമെയിൻ ഓഫ് ഇൻവേഴ്സ് കോസൈൻ ഫംഗ്ഷൻ കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 3π/2 ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 0 ഈക്വൽ ടു π/2. അതാണ് ആൻസർ. ഇനി സി, അടുത്ത ക്വസ്റ്റ്യൻ ആണ് കോസ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ്.
x belongs to minus 1 comma 1 by the inverse properties of trigonometric functions. Sine of sine inverse x equal to x. Therefore, cos of sine inverse x equal to root 1 minus sine square sine inverse x കിട്ടും, which is equal to root 1 minus sine of sine inverse x whole square കിട്ടും. Equal to root 1 minus x square for every x belongs to minus 1 comma 1. ഇനി പ്രോബ്ലം 4. അടുത്ത പ്രോബ്ലം നോക്കാം. For x belongs to minus 1 comma 1, prove that question A, sin inverse of minus x equal to minus sin inverse x എന്ന് കിട്ടണം. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം സൊല്യൂഷൻ നോക്കാം. For x belongs to minus 1 comma 1, let y എന്താക്കുക എടുക്കുക, സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് എടുക്കുക. ദെൻ മൈനസ് എക്സ് എന്ത് ചെയ്യും, ബിലോങ്സ് ടു മൈനസ് 1 കോമ 1 ആൻഡ് വൈ ബിലോങ്സ് ടു മൈനസ് പൈ ബൈ 2 കോമ പൈ ബൈ 2. Therefore, by the inverse properties of trigonometric functions, we get sin y equal to sin of sin inverse of x, which is equal to minus x. ഇനി എന്ത് ചെയ്യുക, സൈൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുക. എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ വൈ എന്ന് കിട്ടും, ഈക്വൽ ടു സൈൻ ഓഫ് മൈനസ് വൈ എന്ന് കിട്ടും. എക്സ് ഈക്വൽ ടു സൈൻ ഓഫ് മൈനസ് വൈ വിച്ച് വിൽ ബിക്കം മൈനസ് വൈ സൈൻ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ്, വൈ ഈക്വൽ ടു മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടും. അതെന്താവും, സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് കിട്ടും. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ്. സൊല്യൂഷൻ നോക്കാം. എക്സ് എന്ത് ചെയ്യുന്നുണ്ട്, മൈനസ് 1 കോമ 1 എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിലാണ്. അപ്പോൾ എന്തെടുക്കണം, വൈനെ എന്താക്കി എടുക്കണം, കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ആക്കി എടുക്കുക. ദെൻ മൈനസ് എക്സ് ബിലോങ്സ് ടു ഇൻ്റർവെല്ലിൽ എന്താണ്, മൈനസ് 1 കോമ 1 എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിലാണ്. ആൻഡ് വൈ ബിലോങ്സ് ടു 0 കോമ പൈ എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിലാണ്. ദെയർഫോർ ബൈ ദ ഇൻവേഴ്സ് പ്രോപ്പർട്ടീസ് ഓഫ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് വി ഗെറ്റ് കോസ് വൈ ഈക്വൽ ടു എന്ത് കിട്ടും, കോസ് വൈ ഈക്വൽ ടു കോസ് ഓഫ് കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് എന്ന് കിട്ടും. അപ്പം ഈ സൈൻ മാറ്റി ചെയ്തും എന്ത് കിട്ടും, എക്സ് ഈക്വൽ ടു മൈനസ് കോസ് വൈ എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു കോസ് പൈ മൈനസ് വൈ. എക്സ് ഈക്വൽ ടു കോസ് പൈ മൈനസ് വൈ വിൽ ബിക്കംസ് പൈ മൈനസ് വൈ ഈക്വൽ ടു കോസ് മൈനസ് എക്സ് എന്ന് കിട്ടും. ഫോർ എവരി എക്സ് ബിലോങ്സ് ടു minus 1 comma 1 and pi minus y belongs to 0 comma pi, which will becomes y equal to pi minus cos inverse x എന്ന് കിട്ടും, which is equal to cos of minus x equal to pi minus cos inverse x എന്ന് കിട്ടും. അടുത്ത എന്താ വെച്ചാൽ ഡെറിവേറ്റീവ് ഓഫ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ആണ്. ഇപ്പം നമ്മൾ ഇൻവേഴ്സ് പ്രോപ്പർട്ടീസ് ഓഫ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻ പഠിച്ചു. ഇനി ഡെറിവേറ്റീവ്സ് ഓഫ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്. We can find the derivative of inverse trigonometric functions either by using the formula for the inverse of a differentiable function, theorem number 3 of section 2, or by direct differentiation and using trigonometric identities as given below. ഇനി ഈ തിയറം 3 ഒന്ന് നമുക്ക് നോക്കാം. തിയറം 3 പറയുന്നത് എന്താ വെച്ചാൽ, let f is differentiable on its domain and have an inverse function g equal to f inverse. The derivative of g is given by g dash of x equal to 1 by f dash of g of x
provided that f dash of g of x not equal to 0. ഇതാണ് തിയറം 3 പറയുന്നത്. ഇനി നമുക്ക് ഡയറക്റ്റ് ഡിഫറൻഷിയേഷൻ ആൻഡ് യൂസിങ് ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ് വെച്ചിട്ടുള്ള മെത്തേഡ് ഒന്ന് നോക്കാം. y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എടുക്കുക. ദെൻ ഫോർ മൈനസ് പൈ ബൈ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ ബൈ ടു എന്നുള്ളതിൽ സൈൻ വൈ ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. സൈൻ വൈ ഈക്വൽ ടു എക്സ് എന്ന് കൊടുക്കുക. അത് ഫസ്റ്റ് ഇക്വേഷൻ ആക്കി എടുക്കുക. ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ് ഓഫ് 1 വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പം നമുക്ക് എന്ത് കിട്ടും? രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് വൈ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 1 കിട്ടും. ആൻഡ് സോ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 1 ബൈ കോസ് വൈ എന്ന് കിട്ടും. Now cos y greater than or equal to 0, since minus pi by 2 less than or equal to y less than or equal to pi by 2, and so we can write cos y equal to root 1 minus sin square y എന്ന് എഴുതാം, which is equal to root 1 minus sin y whole square എന്ന് കിട്ടും, which is equal to root 1 minus x square എന്ന് കിട്ടും. Therefore d by dx sin inverse x equal to dy by ds equal to 1 by cos y equal to 1 by root 1 minus x square എന്ന് കിട്ടും. കോമ മൈനസ് എന്താണ് ഇൻ്റർവെൽ പറയുന്നത്? -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ. More generally, if u is differentiable function of s, the chain rule produces the following generalized version of this formula. ചെയിൻ റൂൾ വെച്ചിട്ട് ജനറലൈസ്ഡ് വേർഷൻ ഓഫ് ഫോർമുലയാണ് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഇൻവേഴ്സ് യു ഈക്വൽ ടു 1 ബൈ റൂട്ട് 1 മൈനസ് യു സ്ക്വയർ ഡി യു ബൈ ഡി എക്സ് ഫോർ -1 ലെസ് ദാൻ യു ലെസ് ദാൻ 1. ബാക്കിയുള്ള ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസിൻ്റെ ജനറലൈസ്ഡ് ഡെറിവേറ്റീവ് ഫോർമുല ഉണ്ടാക്കാനും നമ്മൾ യൂസ് ചെയ്യുക ഈ ജനറലൈസ്ഡ് വേർഷൻ ഓഫ് ദിസ് ഫോർമുലയാണ്. അപ്പം നമുക്ക് നോക്കാം ഡെറിവേറ്റീവ് ഓഫ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്. ഫസ്റ്റ് വൺ ഡി വൈ ബൈ ഡി എക്സ് ഓഫ് സൈൻ ഇൻവേഴ്സ് യു ഈക്വൽ ടു 1 ബൈ റൂട്ട് 1 മൈനസ് യു സ്ക്വയർ ഡി യു ബൈ ഡി എക്സ്. സെക്കൻഡ് വൺ ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് ഇൻവേഴ്സ് യു ഈക്വൽ ടു 1 ബൈ റൂട്ട് 1 മൈനസ് യു സ്ക്വയർ ഡി യു ബൈ ഡി എക്സ്. Third one d by dx of tan inverse u equal to 1 by 1 plus u square du by dx. Fourth one d by dx of cosec inverse u equal to -1 by mod u root u square minus 1 du by dx. Next one d by dx of sec inverse u equal to 1 by mod u root u square minus 1 du by dx. Last one d by dx of cot inverse u equal to -1 by 1 plus u square du by dx. ഇതിലെ റിമാർക്ക് പറയുന്നത് വെച്ചാൽ ദ പ്രസൻസ് ഓഫ് മോഡ് യുവിൻ്റെ പ്രസൻസ് എന്തുകൊണ്ടാ വെച്ചാൽ ഇൻ ദ ഡെറിവേറ്റീവ് ഓഫ് കോസീക് ഇൻവേഴ്സ് എക്സ് ആൻഡ് സീക്ക് ഇൻവേഴ്സ് എക്സ് ഈസ് ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് ദ സ്ലോപ്പ് ഓഫ് കർവ് y ഈക്വൽ ടു കോസീക് ഇൻവേഴ്സ് എക്സ് is negative for both x lesser than -1 and x greater than 1, and the slope of the curve y equal to sec inverse x is positive for both x lesser than -1 and x greater than -1. ഇനി ഇത് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലത്തേക്ക് വരികയാണെങ്കിൽ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫോളോവിങ് ഫങ്ഷൻസ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് സ്ക്വയർ. ആൻസർ നോക്കാം. എഫ് ഡാഷ് ഓഫ് എക്സ് ആണ്. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 1 ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 2x ബൈ റൂട്ട് 1 മൈനസ് എക്സ് റേസ് ടു 4 എന്ന് കിട്ടും. സെക്കൻഡ് വൺ y ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 2x മൈനസ് 1. ഇവിടെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡെറിവേറ്റീവ് വരിക dy by dx equal to d by dx of cos inverse 2x minus 1 equal to -1 by root 1 minus 2x minus 1 whole square d by dx into 2x minus 1 വരും which is equal to -1 by root 1 minus 4x square minus 4x plus 1 whole square into 2 എന്ന് കിട്ടും.
which is equal to minus 2 by root 4x minus 4x square എന്ന് കിട്ടും, which is equal to minus 1 by root x into 1 minus x എന്ന് കിട്ടും. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. y equal to sec inverse 5x raised to 4. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dy by dx equal to d by dx of sec inverse 5x raised to 4 which is equal to 1 by 5x raised to 4 into root 5x raised to 4 whole square minus 1 into d by dx of 5x raised to 4 എന്ന് കിട്ടും, which is equal to 1 by 5x raised to 4 into root 25x raised to 8 minus 1 into 20x cube എന്ന് കിട്ടും, which is equal to 4 by x into root 25x raised to 8 minus 1 എന്ന് കിട്ടും. Since 5x raised to 4 greater than 1 greater than 0. Next question. G of x equal to tan inverse to root 2x plus 3 എന്ന് കിട്ടും. root 2x plus 3. അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം g dash of x equal to d by dx of tan inverse root 2x plus 3 which is equal to 1 by 1 plus 2x plus 3 whole raised to 1 by 2 whole square എന്ന് കിട്ടും, into d by dx of root 2x plus 3 which is equal to 1 by 1 plus 2x plus 3 into 1 by 2 root 2x plus 3 into d by dx 2x plus 3 which is equal to 2 by 4 into x plus 2 root 2x plus 3 which is equal to 1 by 2 into x plus 2 into root 2x plus 3 എന്ന് കിട്ടും. അടുത്തതൊരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. എ സ്പെക്ടേറ്റർ സ്റ്റാൻഡിങ് 200 feet from a helicopter pad watches a helicopter take off. The helicopter rises vertically with a constant acceleration of 8 feet per second square and reaches a height in feet h of t equal to 40 square after 1 second, where 0 less than or equal to t less than or equal to 10. Let the angle of elevation of the spectator's line of sight at time t be theta. As the helicopter rises, d theta increases slowly at first, then faster, and finally it slows down. Again increases. The spectator perceives the helicopter to be rising at the greatest speed when d theta by dt is maximal. Determine the height of the helicopter at moment of spectrometer perceives it to be rising at the greatest speed. Okay, so നമുക്ക് പിക്ചർ നോക്കാം. ഇവിടെ B denote the helicopter pad, A be the position of the spectator and C be the position of the helicopter after t second. Then AB equal to AB എന്ന് പറഞ്ഞാൽ 200 feet ആണെന്നറിയാം. BC equal to h of t അതെന്ന് പറഞ്ഞാൽ 40 square ആണ്. ആൻഡ് ആംഗിൾ BAC equal to theta. The angle of elevation of the spectator's line of sight at time t. ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. കൺസിഡർ ദ റൈറ്റ് ട്രയാങ്കിൾ ABC. റൈറ്റ് ആംഗിൾസ് അറ്റ് B we get tan theta equal to opposite side by adjacent side equal to BC by AB എന്ന് കിട്ടും. h of t by 200 എന്ന് കിട്ടും. Hence the angle of elevation of the spectator's line of sight at time t is given by theta t equal to tan inverse h of t by 200 equal to tan inverse of 40 square by 200 എന്ന് കിട്ടും, which is equal to tan inverse of t square by 50 എന്ന് കിട്ടും. Therefore d theta by dt equal to ഇല്ല ഒച്ച ഉണ്ടാക്കിയത് കേട്ടോ. ഇനി ഞാൻ എടുക്കാൻ പോകണേ.
Therefore, d theta by dt equal to 1 by 1 plus t square by 50 whole square into dt t square d by t of t square by 50, which is equal to 2500 divided by 2500 plus t raised to 4 into 2t by 50, which is equal to 100t by 2500 plus t raised to 4 into. To find when d theta by dt is maximal, we first compute d square theta by dt square equal to d by dt of d theta dt എന്ന് കിട്ടും, which is equal to 2500 plus t raised to 4 into 100 minus 100t into 40 cube എന്ന് കിട്ടും, whole divided by 2500 plus t raised to 4 whole square എന്ന് കിട്ടും, which is equal to 100 into 2500 minus 3t raised to 4 whole divided by 2500 plus t raised to 4 whole square എന്ന് കിട്ടും. Hence, derivative of d theta by dt is 0 when 2500 minus 3t raised to 4 equal to 0. That is, when 3t raised to 4 equal to 2500, also when 3t raised to 4 less than 2500, derivative of d theta by dt is positive, and when 3t raised to 4 greater than 2500, derivative of d theta by dt is negative. Hence, by first derivative test, we get d theta by dt is maximum when 3t raised to 4 equal to 2500. Also, since t is always positive, 3t raised to 4 equal to 2500, which becomes t equal to 2500 by 3 whole raised to 1 raised to 4, which is approximately 5.37 second. Hence, the spectator perceives the helicopter to be rising at the greatest speed when t equal to 2500 by 3 whole raised to 1 by 4, which is approximately equal to 5.37 second. The height of the helicopter at this instant of time is h into root 4 root 2500 by 3, which is equal to 4 into root 2500 by 3 whole square, which is equal to 4 into root 2500 by 3, which is approximately equal to 115.47 feet.